പാലക്കാട് നമ്മൾ ഭാരതപ്പുഴ കടന്ന് ചാലക്കുടി പുഴ കടന്ന് ചാലക്കുടിയിലേക്ക് പോകുന്നു. ചാലക്കുടി മണ്ഡലത്തിലെ കണക്കാണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ എന്തായിരുന്നു വിധി? ചാലക്കുടി UDF സ്വന്തമായിരുന്നു. 47.81% UDF നേടിയത്. LDF നേടിയത് 34.45%. NDF നേടിയിരിക്കുന്നത് 15.57%. ഈ കണക്കുകൾ നമ്മളോട് തന്നെ പറയുന്നുണ്ട്. ചാലക്കുടി മണ്ഡലം ഇന്നസെന്റ് വിജയിച്ചതിനു ശേഷം പിന്നീട് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് എന്ന കണക്ക് ചാലക്കുടി നമ്മളോട് പറയുന്നുണ്ട്. ചാലക്കുടിയിൽ ആരാണ്? ബെന്നി ബെഹനാൻ തന്നെയാണ് UDF സ്ഥാനാർത്ഥി, സംശയമില്ല. എന്നാൽ LDF സ്ഥാനാർത്ഥികൾ, പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി LDF എത്താൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? അതെ, ഒന്ന് രണ്ട് പേരുകൾ പറഞ്ഞു കേൾക്കുന്നത് BD ദേവസിയുടെയും C രവീന്ദ്രനാഥിന്റെയും പേരുകളാണ്. അതെ, LDF സ്ഥാനാർത്ഥി പട്ടിക നമുക്കൊന്ന് പരിശോധിക്കാം. ചാലക്കുടിയിൽ സാധ്യതയുള്ളത് ആർക്കായിരിക്കുമെന്ന് നോക്കൂ. BD ദേവസിയുടെയും രവീന്ദ്രനാഥിന്റെയും പേരുകളാണ് ചാലക്കുടി മണ്ഡലത്തിൽ പറഞ്ഞു കേൾക്കുന്നത്. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ പറഞ്ഞു കേൾക്കുന്നത്. കഴിഞ്ഞ തവണ ബെന്നി ബെഹനാന് വലിയ രീതിയിലുള്ള വിജയം സമ്മാനിക്കാൻ സാധിച്ച മണ്ഡലമാണ് ചാലക്കുടി. അതുകൊണ്ട് തന്നെ C രവീന്ദ്രനാഥ് കഴിഞ്ഞ തവണ പഴയ മന്ത്രിയാണ്, തൃശ്ശൂരുകാരനാണ്, സൈക്കിളിൽ പോകുന്ന മന്ത്രിയാണ്, വളരെ മികച്ച രീതിയിൽ വിദ്യാഭ്യാസത്തെ കൈകാര്യം ചെയ്തു. കഴിഞ്ഞ മന്ത്രിസഭ എടുത്തു നോക്കിയാൽ നിശബ്ദനായിരുന്ന ആ വകുപ്പിനെ കൈകാര്യം ചെയ്ത ഏറ്റവും ശ്രദ്ധേയരായ മന്ത്രിമാരിൽ ഒരാളാണ്. നല്ല അക്ഷരസ്ഫുടതയോടെ പ്രൊഫസറാണ്. അദ്ദേഹം കോളേജിൽ നിന്ന് രാജിവെച്ചതിന് ശേഷമാണ് സജീവ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. അദ്ദേഹത്തിന് മന്ത്രിയായതിനു ശേഷവും പഠിപ്പിക്കുന്നത് പോലെയാണ് അദ്ദേഹം പ്രസംഗിക്കാറ് പലപ്പോഴും. അപ്പോൾ C രവീന്ദ്രനാഥിനെ കളത്തിലിറക്കി ബെന്നി ബെഹനാനെ നേരിടാനാണ് CPM തീരുമാനമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പുറത്തും ചില തുറപ്പുചീട്ടുകളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒരു തുറപ്പുചീട്ട് ഞാൻ അങ്ങോട്ട് ഇറക്കാം. അത് അനിൽ ആന്റണിയാണ്. രണ്ടാമത്തെ തുറപ്പുചീട്ട് ഇറക്കിക്കോളൂ. AN രാധാകൃഷ്ണൻ. അനിൽ ആന്റണിയും AN രാധാകൃഷ്ണന്റെയും പേരുകളാണ് ചാലക്കുടി മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കാണപ്പെടുന്നത്. ബെന്നി ബെഹനാനെ വെട്ടാൻ അനിൽ ആന്റണി വരുമ്പോൾ അതിലൊരു കൗതുകം കൂടിയുണ്ട്. AK ആന്റണിയുടെ പക്ഷത്ത് ആദ്യം നിലയുറപ്പിച്ച് പിന്നീട് ഉമ്മൻചാണ്ടി പക്ഷത്തേക്ക് കളം മാറിയ ബെന്നി ബെഹനാൻ ഇത്തവണ നേരിടാൻ പോകുന്നത് പഴയ സതീർത്ഥനായിരുന്ന ആന്റണിയുടെ മകനെ ആയിരിക്കുമോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. പക്ഷേ NDAയുടെ കഴിഞ്ഞ തവണത്തെ വോട്ട് വിഹിതം നോക്കിയാൽ 15% വോട്ട് വിഹിതം NDAക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്ക് 2014 അപേക്ഷിച്ച് 5.11% വർധന. പടിപടിയായി വോട്ട് ഉയർത്തുന്ന ഒരു മണ്ഡലമാണ് ചാലക്കുടി. അതെ, ചാലക്കുടിയിൽ കഴിഞ്ഞ തവണ മത്സരിച്ചതും AN രാധാകൃഷ്ണൻ തന്നെയാണ്. ഏകദേശം 1,28,000 വോട്ടുകൾ ചാലക്കുടി AN രാധാകൃഷ്ണന് സ്വന്തമാക്കാൻ സാധിച്ചു. ബെന്നി ബെഹനാൻ കഴിഞ്ഞ തവണ വിജയിച്ച ഭൂരിപക്ഷം വളരെ വലിയ ഭൂരിപക്ഷമാണ്. അന്ന് ഇന്നസെന്റിനെ പരാജയപ്പെടുത്തുന്നത് 1,32,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. 13% വോട്ട് വ്യത്യാസമുണ്ടായി. 13% വോട്ട് വ്യത്യാസം. നമ്മളൊപ്പം അല്ലമീനുണ്ട്. അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നു. അല്ലമീൻ, ഈ ബെന്നി ബെഹനാൻ ഏതാണ്ട് ഉറപ്പിക്കുകയാണ്. ഈ കോൺഗ്രസിൽ തന്നെ ഗ്രൂപ്പുകളിൽ ഒരു പ്രത്യേക ചേരിൽ തന്നെ നിൽക്കുന്നു ബെന്നി ബെഹനാൻ എന്നുള്ളതാണ്. ബെന്നി ബെഹനാൻ എന്നുള്ള പേര് നമ്മൾ ഉറപ്പിക്കുമ്പോൾ അപ്പുറത്ത് 1-2 പേരുകളാണ് കേൾക്കുന്നത്. അതിൽ ഏതുറപ്പിക്കാം? ഏതിനാണ് കൂടുതൽ സാധ്യത? സ്മൃതി, ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ അതിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് വളക്കൂറുള്ള ഒരു മണ്ണാണ്. കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് പലപ്പോഴും ചാലക്കുടി കാണിച്ചിട്ടുള്ളത്. ചില അപ്രതീക്ഷിത തിരിച്ചടികളിലൂടെ കോൺഗ്രസിന് UDF ചില ഘട്ടങ്ങളിൽ അവിടെ ചില പ്രഹരമേറ്റിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ തവണ 2014 ഇന്നസെന്റ് വിജയിച്ചതുപോലെ അതിന് മുൻപൊരിക്കൽ പത്മജ വേണുഗോപാൽ അവിടെ പരാജയപ്പെട്ടതുപോലെ ചില സാഹചര്യങ്ങൾ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഏതാണ്ട് 1.5 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ബെന്നി ബെഹനാനെ തന്നെയാണ് ഇപ്പോഴും നേതൃത്വം മനസ്സിൽ കാണുന്നത്. ബെന്നിക്ക് പക്ഷേ അവിടെ നിന്ന് മാറിയാൽ കൊള്ളാം, അടുത്ത നിയമസഭയിൽ മത്സരിച്ചൊന്ന് മന്ത്രിസ്ഥാനത്തേക്കൊക്കെ മാറണമെന്ന് അദ്ദേഹത്തിനും ഒപ്പം നിൽക്കുന്നവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് പാർട്ടി പച്ചക്കൊടി കാണിച്ചിട്ടില്ല. മണ്ഡലം ഒരു പ്രശ്നവുമില്ലാതെ അവിടെ അടിയുറച്ച് നിർത്തുന്നതിന് ബെന്നിയെ തന്നെ കളത്തിലിറക്കണം എന്നുള്ളതാണ് നേതൃതലത്തിലെ ഇപ്പോഴത്തെ ആലോചന. ബെന്നിക്ക് അപ്പുറത്തേക്ക് ഒരു പേരുകളിലേക്ക് ഇതുവരെയും കോൺഗ്രസ് നേതൃത്വം കടന്നിട്ടില്ല. അങ്ങനെ ബെന്നിയെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി, കോൺഗ്രസിന് അത്രമേൽ സ്വാധീനമുള്ള ഒരു മണ്ഡലം, അവിടെ ഒരു അപ്രതീക്ഷിത തിരിച്ചടി കൊടുക്കണമെങ്കിൽ ആരെ രംഗത്തിറക്കണമെന്നുള്ളത് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ നേരത്തെ സൂചിപ്പിച്ച ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച 2 പേരുകൾ, BD ദേവസി അവിടുത്തെ മുൻ MLA ആണ്, പ്രദേശവുമായി ആ മണ്ഡലവുമായൊക്കെ നല്ല രീതിയിൽ സ്വാധീനമുള്ള ഇടപഴകുന്ന ഒരു നേതാവ് കൂടിയാണ്. അതോടൊപ്പം മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള C രവീന്ദ്രനാഥ്, ഒരു ലളിത ജീവിതം നയിക്കുന്ന ആളുകളുമായി അത്രമേൽ സഹവർത്തിത്വം പുലർത്തുന്ന ഒരു നേതാവും, അവരെയൊക്കെയാണ് ഇപ്പോൾ മനസ്സിൽ കാണുന്നത്. പക്ഷേ അവരെ ഇറക്കിക്കഴിഞ്ഞാൽ ബെന്നിയെ പോലെ ഒരാളെ അടിച്ചു വീഴ്ത്താനും ചാലക്കുടി പോലെ കോൺഗ്രസിന് അത്രമേൽ വളക്കൂറുള്ള മണ്ണിൽ തിരിച്ചു പിടിക്കാനും
പിടിച്ചെടുക്കാനും സാധിക്കുമോ എന്നൊരു ആശങ്ക ആ നേതൃത്വത്തിനുമുണ്ട്. 2014 ഇന്നസെന്റ് അവിടെ വിജയിക്കുന്നത് തന്നെ അവസാന മണിക്കൂറുകളിലാണ് ഇന്നസെന്റിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതും ഒരു താര പരിവേഷത്തോടുകൂടി ഇന്നസെന്റ് അവിടെ ലാൻഡ് ചെയ്യുന്നു, മണ്ഡലം പിടിച്ചെടുക്കുന്നു. ആ തരത്തിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു അറ്റാക്കിങ്ങോ നടത്തിക്കൊണ്ടൊരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നത് സംബന്ധിച്ചുള്ള ആലോചനകളും ഇടത് ക്യാമ്പിൽ ഉണ്ട് എന്നുള്ള ചില സംസാരങ്ങളുണ്ട്. പറഞ്ഞു കേൾക്കുന്നത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളോ അത്തരത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന ഇറക്കാനുള്ള ഒരു സെലിബ്രിറ്റി സാധ്യതയെ കുറിച്ച് ചില ഇടത് വൃത്തങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ആ വൃത്തങ്ങളിൽ നിന്ന് കേൾക്കുന്നതൊക്കെ ശരിയാകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ മഞ്ജു വാര്യർ? ഞാൻ അതാണ് സൂചിപ്പിച്ചത്. മഞ്ജു വാര്യർ പേരന്തരീക്ഷത്തിൽ സജീവമായി നിൽക്കുന്നുണ്ട്. പക്ഷേ പാർട്ടി കേന്ദ്രങ്ങളോ മഞ്ജു വാര്യർ ഒന്നും തന്നെ അത് സ്ഥിരീകരിക്കുന്നില്ല. അതൊരു പക്ഷേ ഇന്നസെന്റിനെ രംഗത്തിറക്കിയതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, ഒരു അത്രമേൽ സ്വാധീനമുള്ള ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു സെലിബ്രിറ്റിയെ രംഗത്തിറക്കിക്കൊണ്ട് മണ്ഡലം തിരിച്ചുപിടിച്ചാൽ എന്ത്? 2014 ഇന്നസെന്റിലൂടെ നടത്തിയൊരു പരീക്ഷണം അതിപ്പോൾ ആവർത്തിച്ചാൽ എന്ത് എന്നൊരു ചിന്ത അത് ഇടത് കേന്ദ്രങ്ങളിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ഒരു പക്ഷേ അത്തരം ചർച്ചകളുടെ ഭാഗമായിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ മഞ്ജുവാരുടെ പേര് ഉയർന്നു വന്നിട്ടുണ്ടാകാം. സി രവീന്ദ്രനാഥ് സൈക്കിളിലെത്തുമോ, ബെന്നി ബെഹനാൻ പുതിയ ഗ്രൂപ്പിന്റെ ഭാഗമായി എത്തുമോ എന്നതാണ് നമ്മൾ അറിയേണ്ടത്. ആരായിരിക്കും പാർലമെന്റിലേക്ക് പോവുക? എന്തായാലും അവിടെ BJP പിടിക്കുന്ന വോട്ട് നിർണായകമാണ് ഇത്തവണ. 15% വോട്ടുകളുണ്ട്. ഒരു കൗതുകകരമായ കാര്യം, ഇന്നസെന്റ് കഴിഞ്ഞ തവണ അതായത് ആദ്യം വിജയിക്കുമ്പോൾ 13,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നുള്ളൂ. വളരെ ബുദ്ധിമുട്ടിയാണ് PC ചാക്കോയിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കുന്നത്. പക്ഷെ പിന്നീട് വരുമ്പോഴേക്കും 1,30,000 വോട്ടുകൾക്ക് ബെന്നി ബെഹനാൻ അതേ ഇന്നസെന്റിനെ പരാജയപ്പെടുത്തുന്നത് കാണുന്നു. അപ്പോൾ അടിസ്ഥാനമായ മണ്ഡലത്തിന് കോൺഗ്രസ് സ്വഭാവമുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ ഒന്നാം ലോക്സഭയിൽ ഇതിന്റെ പേര്, ഈ മണ്ഡലത്തിന്റെ പേര് ക്രാങ്കന്നൂർ എന്നായിരുന്നു. പിന്നീട് മുകുന്ദപുരമായി, അത് കഴിഞ്ഞ് ചാലക്കുടിയായി മാറുന്നു. അപ്പോൾ ഈ ഒരു കോൺഗ്രസ് സ്വഭാവം മണ്ഡലം ഇത്തവണ കൈവിടുമോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്.